ഈ സന്തോഷവും സമാധാനവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതെന്താണെന്നറിയോ നിങ്ങൾക്ക്? സന്തോഷം പുറത്താണ്, സമാധാനം അകത്താണ്. സമാധാനത്തിന് കുറച്ചുകൂടെ നല്ലൊരു വാക്ക് ശാന്തി എന്നാണ്. സമാധാനത്തെക്കാൾ രസമുള്ളൊരു വീടാണ്. അതെവിടെയാ? ഒരാളുടെ ഉള്ളിൽ. എന്താ സമാധാനം? അത് നിങ്ങൾ ഞാനോ പുറത്ത് തിരയുന്നുണ്ടോ? പുറത്തുനിന്ന് തിരയുന്നുണ്ടോ? അത് കിട്ടാൻ പോണില്ല. കിട്ടുമായിരിക്കും, താൽക്കാലികമായിട്ട് കിട്ടും. പക്ഷെ ഈ സമാധാനമാണോ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണേ? ആ മനുഷ്യൻ അനുഭവിക്കണ ഒരു സ്വസ്ഥതയുണ്ട്. എനിക്ക് സമാധാനം ഇല്ല എങ്കിൽ എനിക്ക് ഇങ്ങനെ സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ കഴിയോ? നിങ്ങൾക്ക് സമാധാനം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയോ? നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ഭരണാധികാരിയാകാൻ കഴിയോ? ഒരു നല്ല ബിസിനസ്സുകാരനാകാൻ കഴിയോ? ഒരു മുഖ്യമന്ത്രി അയാളുടെ കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ അയാൾക്ക് നന്നായി ഭരിക്കാൻ കഴിയോ? ഒരു പോലീസ് ഓഫീസർക്ക് നന്നായി പെരുമാറാൻ കഴിയോ? ഒരു എഞ്ചിനീയർക്ക് അയാളെ ജോലി ചെയ്യാൻ കഴിയോ? സമാധാനം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ മുഴുവൻ കാര്യങ്ങളെയും ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ചെടി നനയ്ക്കുന്ന സമയത്ത് എവിടെയാ വെള്ളം നനക്കുക? ഇലയിലാണോ വെള്ളം നനക്കുക? അല്ലല്ലോ. പിന്നെയോ വേരില് വെള്ളം നനച്ചാലുള്ള ഗുണം എന്താണ്? ആ വെള്ളം എല്ലായിടത്തേക്കും എത്തും അല്ലേ? ആ വേരാണ് നമ്മുടെ ഫാമിലി, കുടുംബം. ആ വേരിനാണ് ഏറ്റവും കൂടുതൽ വെള്ളം കൊടുക്കേണ്ടത്. ആ വേരിന് വെള്ളം കൊടുത്താലേ എനിക്കൊരു നല്ല സുഹൃത്താകാൻ കഴിയുള്ളൂ, എനിക്കൊരു നല്ല സാമൂഹിക ജീവിയാവാൻ പറ്റുള്ളൂ, എനിക്കൊരു നല്ല രാഷ്ട്രീയക്കാരനോ സാമൂഹ്യ പ്രവർത്തകനോ ബിസിനസ്സുകാരനോ എന്താവാനും പറ്റുള്ളൂ. സമാധാനം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ മുഴുവൻ കാര്യങ്ങളെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആകുമ്പോൾ ഒരാളുടെ ഉള്ളിൽ ഉണ്ടാവുന്നതിന്റെ പേരല്ല അത്. പറയണ മനസ്സിലാവുന്നില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അപ്പൊ ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകുന്നതിന്റെ പേരല്ല അത്. അപ്പൊ എന്തായാലും ഉണ്ടാവില്ലേ? പുറത്തുള്ള കാര്യങ്ങളൊന്നും അത്ര ഓക്കെ അല്ലെങ്കിലും ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകണ നിലനിൽക്കുന്ന പ്രത്യാശയുടെയും നിലനിൽക്കുന്ന ശാന്തിയുടെയും പേരാണ് സമാധാനം. അത് വെറുതെ കിട്ടൂല. ചിലപ്പോൾ മനുഷ്യന്മാരത് നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മനുഷ്യന്മാര് അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ആശ്രയിക്കാൻ ഒരാൾ വേണം അല്ലേ? മനുഷ്യന്മാര് പറ്റിക്കും, മനുഷ്യന്മാര് ചതിക്കും, മനുഷ്യന്മാര് പാതി വഴിയിൽ ഉപേക്ഷിക്കും, മനുഷ്യന്മാര് വേദനകൾ തരും, ഒക്കെ തരും. അപ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും വേണ്ടേ? നമ്മൾ വായിച്ച പുസ്തകങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് അതിൽ ആശ്രയം ഉണ്ടാവില്ല. നമ്മുടെ ഉള്ളിലുള്ള അറിവുകളൊന്നും നമുക്ക് ആശ്വാസം തരൂല. അപ്പൊ നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ? വേണ്ടേ? എങ്ങനെ പിടിച്ചു നിൽക്കും? വല്ലാതെ പേടിക്കുമ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കും? വല്ലാതെ സങ്കടമാകുമ്പോ എങ്ങനെ പിടിച്ചു നിൽക്കും? അതിനൊരാൾ വേണം. ഒരു കുട്ടിയൊരു നൂലിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടിയോട് ചോദിക്കുക, നൂലിൽ പിടിച്ചിട്ട് എന്തിനാ ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുന്നത്? ആ കുട്ടി പറഞ്ഞത് നൂലല്ല, ഇത് പട്ടമാണ്. പട്ടം കാണുന്നില്ലല്ലോ. കാണുന്നു വേണ്ട, എനിക്കറിയാം ഈ നൂലിന്റെ അറ്റത്ത് പട്ടമുണ്ട്. നമ്മൾ കാണുന്നൊന്നുമില്ല, പക്ഷെ ഒരാളുണ്ട്. എന്താണ് പടച്ചോൻ എന്ന അനുഭവം? ഈശ്വരൻ എന്ന അനുഭവം നിങ്ങൾക്ക് എന്താണ്? ഇതാണ്. പിന്നാലെ പിന്തുടരുന്ന കാരുണ്യത്തിൻ്റെയും സ്നേഹാനുഭവത്തിൻ്റെയും പേരാണ് പടച്ചോൻ. മനുഷ്യന്മാരെ നമുക്ക് വേദനകളോ ഉപേക്ഷിക്കലോ ഒറ്റപ്പെടുത്തലോ ഒക്കെ തരും. പക്ഷെ പടച്ചോൻ ഉണ്ടാക്കി തരുന്ന ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു ശാന്തിയുണ്ട്. അതെങ്ങനെ പറഞ്ഞു തരാമെന്നൊന്നും എനിക്കറിയില്ല. അത് അനുഭവിക്കുന്ന ആളുകളായിരിക്കും ഇവിടെ ഉണ്ടാവുക. അത് അനുഭവിക്കാൻ കഴിയേണ്ട ഒന്നാണ്, അത് പറയാൻ കഴിയുന്ന ഒന്നല്ല അല്ലേ? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ സംസാരത്തിന്റെ അവസാനത്തെ വാക്കാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധ അല്ലേ? എന്നെ സ്നേഹിക്കാൻ ആരുമില്ല അറിഞ്ഞാൽ എന്താ? എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല എന്നാണ്. എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ട്. നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും സൂം ചെയ്ത് നോക്കാറുള്ളത് എന്താ? നമ്മുടെ സെൽഫിയൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കാറുള്ളത് എന്താ? നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തതായിരിക്കും നോക്കുക.
മുഖത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതാണ് സൂം ചെയ്യുക, അല്ലേ? അല്ലേ? വേറെ ആരെങ്കിലും അത് നോക്കുന്നുണ്ടാവുക? ഉണ്ടാവുക? നമ്മളല്ലാതെ വേറെ ആരെങ്കിലും അത് നോക്കുന്നുണ്ടാവുമോ? ഉണ്ടാവുമോ? ഉണ്ട്. ആരാ? നമ്മളെ അത്രയും സ്നേഹിക്കുന്ന ഒരാൾ. അയാൾ നോക്കും. അയാൾ നോക്കുന്നത് എങ്ങനെയാ? ഏറ്റവും സ്നേഹത്തോട്. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധ, കാരുണ്യമുള്ള സ്നേഹം, കാരുണ്യമുള്ള സൗഹൃദം, കാരുണ്യമുള്ള സുഹൃത്തുക്കൾ, കാരുണ്യമുള്ള സ്നേഹം തരുന്നവർ, കാരുണ്യമുള്ള കുടുംബക്കാർ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. എൻ്റെ ഒരു ഗുരുനാഥനുണ്ട്, ഒരു ഫാദറാണ്, പള്ളിയിലെ ഫാദറാണ്. അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്. അദ്ദേഹം മറ്റേ മാനന്തവാടിയിലേക്ക് ബസ്സിൽ പോവാണ്, KSRTC-യിൽ. രാത്രിയാ. ചുരം കയറുന്ന സമയത്ത് ബസ്സിൽ ഒരാൾ ഛർദ്ദിച്ചു. അയാൾ ഛർദ്ദിച്ചതോടുകൂടി എല്ലാ ആളുകളും ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി, അയാൾ മാത്രം ആ സൈഡിൽ. അപ്പൊ അച്ഛൻ കുറെ പിറകിലായിരിക്കണം. അച്ഛന് ആ സീൻ ഇങ്ങനെ കാണുകയാണ്. അച്ഛൻ പറയാ, ആരും അയാളെ നോക്കുന്നില്ല, എല്ലാവരും അയാളെ അറപ്പോടുകൂടി നോക്കുന്ന സമയത്ത് ഒരാൾ ഓടി വന്ന് അയാൾക്ക് വെള്ളം കൊടുക്കുന്നു, അയാളുടെ പുറത്ത് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നു, അവിടെ പേപ്പർ ഇട്ട് കൊടുക്കുന്നു, അയാളെ ആശ്വസിപ്പിക്കുന്നു, അയാളെ കംഫർട്ടാക്കുന്നു. കൊണ്ടുവന്ന് കൊടുക്കുന്ന വെള്ളമില്ലേ, ഇയാൾ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ്. ആ വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഇയാൾക്ക് കൊടുക്കുന്നത്. ഇതാരാന്നറിയോ ഈ ചെയ്യണത്? ആ ബസ്സിലെ കണ്ടക്ടർ, ചെറുപ്പക്കാരനായ ഒരാളാണ്. അച്ഛൻ ഇതിങ്ങനെ കാണുകയാണ്. അപ്പൊ അച്ഛന് തോന്നി അയാളുടെ കാലിൽ തൊട്ടൊന്ന് നമസ്കരിക്കണം. അച്ഛന് അങ്ങനെ തോന്നി, അയാളെ കാലിൽ തൊട്ടൊന്ന് നമസ്കരിക്കണം എന്ന്. പക്ഷെ അച്ഛനൊരു നാണം, എല്ലാവരും കാണൂല എന്നൊക്കെ വിചാരിച്ചു. അച്ഛൻ അയാളോട് എന്തോ ഒന്ന് പറയണം. ഓക്കെ, അച്ഛന് അയാളോട് എന്തോ ഒന്ന് പറയണം. അങ്ങനെ ബസ് മാനന്തവാടിയിലെത്തി. അച്ഛൻ അയാളെങ്ങനെ നോക്കുമ്പോൾ മനസ്സിലായി, അയാള് കറുത്തൊരു തുണി കൊടുത്തിട്ടുള്ള ആളാണ്. ശബരിമലയിലേക്ക് പോകാൻ പിന്നെ മാല ഇട്ടിട്ടുള്ള ഒരാളാണ്. ബസ് മാനന്തവാടിയിലെത്തി. എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി. അച്ഛനും ആ കണ്ടക്ടറും മാത്രമായി. അച്ഛൻ അയാളുടെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നിട്ട് അച്ഛൻ ഒരു വാക്ക് പറഞ്ഞു. അയാളെ തോളിൽ ഇങ്ങനെ തൊട്ടിട്ട് പറഞ്ഞു, ശബരിമലയിലേക്ക് ഒരാൾ പോകുന്നത് എന്തിനാ? അയ്യപ്പനെ കാണാനല്ലേ? അല്ലേ? അച്ഛൻ പറഞ്ഞു, നീ എന്തിനാടാ അയ്യപ്പനെ കാണാൻ പോകുന്നത്? നീ തന്നെയാണ് അയ്യപ്പൻ.